ഹലോ, വെൽക്കം ബാക്ക് ടു വിദ്യാസ് ടേസ്റ്റ് ബ്ലൂംസ്. സദ്യകളിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത വിഭവമാണ് മധുരപ്പച്ചടി അഥവാ പൈനാപ്പിൾ പച്ചടി. നല്ല എരിവും മധുരവും കൂടി കലർന്ന ഈ ഒരു വിഭവം ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ്. അപ്പോൾ നോക്കിയാലോ നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന്. ഈ ഒരു വലുപ്പത്തിലുള്ള പൈനാപ്പിളാണ് കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇതിനെ ഈ ഒരു വലുപ്പത്തിലുള്ള കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. ഇനി കറി ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് അരിഞ്ഞു വെച്ച പൈനാപ്പിൾ ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, അത്യാവശ്യം എരിവുള്ള 2 പച്ചമുളക് ഞാനിങ്ങനെ കീറി ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ശർക്കര ഇങ്ങനെ പൊടിച്ചെടുത്തിട്ട് ചേർക്കുന്നുണ്ട്. മധുരം നിങ്ങളുടെ അളവിനനുസരിച്ച് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. നല്ല മധുരവും എരിവും വേണം ഈ കറിക്ക്. ഇനി ശർക്കരയ്ക്ക് പകരം വേണമെങ്കിൽ പഞ്ചസാര ഇടാം. ഇനി ഇത് മുങ്ങാനുള്ള പാകത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം കൂടിപ്പോയാൽ കറി ഒരുപാട് വെള്ളമായി പോവും. സദ്യയ്ക്ക് കട്ടിക്ക് വിളമ്പേണ്ടതാണല്ലോ, അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ഇനി ഇതിനെ നന്നായി ഇളക്കിയെടുത്തിട്ട് അടച്ചു വെച്ച് വേവിക്കാം. ഇത് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് അരപ്പ് റെഡിയാക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു വലിയ തേങ്ങയുടെ പകുതിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് അത്യാവശ്യം എരിവുള്ള 2 പച്ചമുളക്, 1/2 ടീസ്പൂൺ ജീരകം. ഇതിനെ മിക്സർ ജാറിലിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച്, ഒരുപാട് വെള്ളം വേണ്ട, പക്ഷെ നന്നായി അരയണം. ഇതേപോലെ അരച്ചെടുത്ത് മാറ്റി വയ്ക്കാം. ഇനി ഞാൻ കുറച്ച് കടുകും കൂടെ ഇതിലേക്ക് ഫ്രഷ് ആയിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. തേങ്ങയുടെ കൂടെ അരയ്ക്കാതെ ഇങ്ങനെ ചേർക്കുമ്പോൾ ഈ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. പൈനാപ്പിളൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റായി വരണം, എന്നാൽ ഓവർ കുക്കായിട്ട് ഉടഞ്ഞു പോകരുത്. ഉടഞ്ഞു പോയാൽ ആ കറിയുടെ ടേസ്റ്റും അങ്ങ് പോയി കിട്ടും. പൈനാപ്പിൾ പീസസ് കടിക്കാൻ കിട്ടുമ്പോഴാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുക. നല്ല സോഫ്റ്റ് ആവണ വരെ കുക്ക് ചെയ്യുക. ഈ ഒരു പരിവാകുമ്പോൾ നമുക്കിതിലേക്ക് തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കാം. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇനി വെള്ളം ചേർത്താൽ മതി. നമ്മൾ അരയ്ക്കുമ്പോൾ ചേർക്കുന്ന വെള്ളം തന്നെ മതിയാവും. പിന്നെ കുറച്ച് മിക്സർ ജാർ കഴുകി എടുത്ത് ഒഴിച്ചാൽ മതി. ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന കടുകിൻ്റെ പൊടിയും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടിയും ചേർത്ത് കൊടുക്കാം. എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള മെഷർമെൻറ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. പച്ചമണമൊക്കെ മാറി കുക്കായി വന്നാൽ നമുക്കിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/4 കപ്പ് തൈര്, നല്ല കട്ടിയുള്ള അധികം പുളിയില്ലാത്ത തൈരാണ് ചേർക്കുന്നത്. തൈര് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ തിളപ്പിക്കേണ്ട കാര്യമില്ല. സ്റ്റൗ സിമ്മിൽ വെച്ചിട്ട് തന്നെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ചൂടായി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അങ്ങനെ കറിയൊക്കെ റെഡിയായി. സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ പ്രധാന ഇൻഗ്രീഡിയൻ്റായ കറുത്ത മുന്തിരി അതും കൂടെ കുറച്ച് ചേർത്തെടുക്കാം. നന്നായി ഇളക്കിയെടുത്തതിന് ശേഷം ഇതിനെ അടച്ച് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് താളിക്കാനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പം കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നന്നായി പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും കൂടിയും ചേർക്കാം. ഇനി ഈ താളിപ്പ് കൂടെ കറിയിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ പൈനാപ്പിൾ പച്ചടി റെഡിയായി. ഇതിൻ്റെ രുചി പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ല എന്നറിയാം. നല്ല കിട്ടില്ലൻ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. സദ്യയിൽ നിങ്ങളുടെ ഫേവറേറ്റ് റെസിപ്പി ഏതാണെന്ന് കൂടെ കമൻറ്റ് ചെയ്യണേ. നമുക്ക് നല്ലൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ടേക്ക് കെയർ. താങ്ക് യു.